ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് ഞാൻ വെള്ളയപ്പമാണ് തയ്യാറാക്കുന്നത്. വെള്ളയപ്പം എന്നും കള്ളപ്പം എന്നൊക്കെ പറയും. കള്ള് ചേർത്തല്ല ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ ഇഡ്ഡലി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അരിയൊക്കെയും നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിക്ക് 1/4 കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൻ്റെ 3/4 അളവിലാണ് ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നികക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 കപ്പ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇത് തലേദിവസമാണ് ഞാൻ ഇതിങ്ങനെ കുതിർത്ത് വെക്കുന്നത്. രാവിലെ അരച്ച് നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് വെള്ളയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇപ്പം നേരമൊക്കെ പുലർന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ വെള്ളയപ്പത്തിന് വേണ്ടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മളിതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിച്ചാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. ഒന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ ജാറിലേക്ക് തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. 2 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം. ഇത് നമുക്ക് വെള്ളം ചേർത്ത് അരയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളയപ്പം അല്ലെങ്കിൽ കള്ളപ്പം എന്നൊക്കെ പറയുന്നതിൻ്റെ മാവ് നല്ല തിക്കായിട്ടുള്ളൊരു മാവാണ്, ലൂസായിട്ടുള്ള ബാറ്റർ അല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കൺസിസ്റ്റൻസി മതി, ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളയപ്പം ചുട്ട് തുടങ്ങാം. ചൂടായ ദോശക്കല്ലിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്ക് മാവാണ്. അപ്പം നമുക്ക് 1 സ്കൂപ്പ് എടുത്ത് ഒഴിച്ചു കൊടുക്കാമേ. കണ്ടോ, നന്നായിട്ട് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു വശം ഒന്ന് കുക്കായി വരുമ്പോഴത്തേനും നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാമേ.
ഇപ്പോൾ 2 വശവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ചെയ്യാവുന്ന കള്ളപ്പം അല്ലെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ രാത്രി സോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേനും കുറച്ച് തേങ്ങാവെള്ളം കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആകും. ഇതിപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ അപ്പം നിങ്ങളെ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.